നമ്മുടെ ക്രിപ്റ്റോയിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് കയറുക. അതിനുശേഷം ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ തന്നെ രജിസ്റ്റർ കാണും, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ 2 ടിക്ക് മാർക്ക് കൊടുക്കുക. ഐ എഗ്രി ആൻഡ് ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഡൗൺലോഡ് ആപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിലും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കോയിൻ സ്വിച്ച് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട്. നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യുക. ആദ്യം ഒരു പിന്ന് ജനറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു 4 ഡിജിറ്റ് പിന്നും ജനറേറ്റ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. ജസ്റ്റ് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആകും. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ പ്രൊഫൈൽ ഉണ്ടാവും. പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ആദ്യം തന്നെ യൂസർ വെരിഫിക്കേഷൻ നോട്ട് വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക. ക്രിപ്റ്റോ KYC ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഓപ്പണായി വരുന്നത്. നേരെ താഴെ നോക്കുകയാണെങ്കിൽ പ്രൊസീഡ്. അതിനുശേഷം ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 6 ഡിജിറ്റ് ഡിജി ലോക്കറിൻ്റെ പിൻ ഉണ്ടാവും. അപ്പോൾ പിന്ന് ഓർമ്മയില്ലാത്തവർ ഫോർഗെറ്റ് കൊടുക്കുക. അതിനുശേഷം ഒരു പിന്ന് ജനറേറ്റ് ചെയ്യുക. ആ പിന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ട് പറയും. നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു OTP വരും, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ്റർഫേസിൽ ഓപ്പണായി വരും. ഇതിൽ ആധാറും അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആധാറും പാൻ കാർഡും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലോ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഒരു ഫോട്ടോ എടുക്കണം. ഓക്കെ, നമ്മുടെ ഫോട്ടോ എടുത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആനുവൽ ഇൻകം, പിന്നെ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ. ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. അപ്പോൾ UPI യൂസ് ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറും IFSC കോഡ് ഒക്കെ കൊടുത്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ UPI ക്ലിക്ക് ചെയ്യും. നമ്മുടെ ഗൂഗിൾ പേ യൂസ് ചെയ്തുകൊണ്ടാണ് വെരിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് പോകും. അവിടെ ₹1 നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വെരിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ ഓപ്പണായി വരും. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ കാണിക്കും. ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയുക. അതിനുശേഷം ഒന്നും കൂടെ ആപ്പ് ഓപ്പൺ ആക്കി എടുക്കുക. നമ്മുടെ ആദ്യം നേരത്തെ ക്രിയേറ്റ് ചെയ്ത പിന്ന് ചോദിക്കും. ഒന്ന് പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ പ്രൊഫൈലിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ യൂസർ വെരിഫിക്കേഷനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ട്രേഡ് എടുത്ത് തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ മേടിക്കാനോ വിൽക്കാനോ കഴിയുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്.